ഹലോ, കൊളംബിയ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് EV ചാർജിംഗ് സ്റ്റേഷൻ ആൻഡ് സോളാർ പാനൽസിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓരോ എപ്പിസോഡിലും നമ്മൾ നിങ്ങൾക്ക് നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഓരോ പ്രോജക്ട്സിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നും നമ്മൾ അത്തരത്തിൽ ഒരു പ്രോജക്റ്റുമായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ളത് 10 കിലോവാട്ടിൻ്റെ സോളാർ പവർ പ്ലാന്റ് ആണ്. സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജില്ല എറണാകുളമാണ്. അങ്കമാലിയിൽ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുകയാണെങ്കിൽ തുറവൂർ ഗ്രാമപഞ്ചായത്തിൽ കിടങ്ങൂർ എന്ന സ്ഥലത്താണ്. അവിടുത്തെ പ്രശസ്തമായിട്ടുള്ള കാച്ചപ്പള്ളി എന്ന വീട്ടിലാണ് നമ്മളുള്ളത്. കാച്ചപ്പള്ളി അങ്കമാലി ഭാഗത്തുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ അങ്കമാലിയിലൂടെ പോകുന്നവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. കാച്ചപ്പള്ളി എന്ന് പറയുന്ന ഒരു ബോർഡ് കണ്ടാൽ തന്നെ അത്യാവശ്യം പാരമ്പര്യമൊക്കെയുള്ള അല്ലെങ്കിൽ കുറേ കാലമായിട്ടുള്ള ഒരു ബിസിനസ് സംരംഭമാണ്. അപ്പോൾ അവിടുത്തെ ജോസ് അഗസ്റ്റിൻ കാച്ചപ്പള്ളിയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അദ്ദേഹം ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, അത്യാവശ്യം തണലൊക്കെയുള്ള ഭയങ്കര വെയിലൊന്നും അടിക്കാത്ത ഒരു സ്ഥലമാണത്. അപ്പോൾ എന്തിനാണ് ഇവിടെ മാത്രം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടേക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഷോപ്പിലേക്കും ഗോഡൗണിലേക്കും ഒക്കെ കൂടി വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രിസിറ്റി ഒരു റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അദ്ദേഹം സോളാർ വയ്ക്കാൻ കാരണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. എൻ്റെ പേര് ജോസ് അഗസ്റ്റിൻ. ഞാൻ അങ്കമാലിയിൽ കാച്ചപ്പള്ളി ഏജൻസീസ് ഗ്ലാസ് ആൻഡ് പ്ലൈവുഡിൻ്റെ ഷോപ്പ് നടത്തുകയാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇത് സോളാർ വയ്ക്കാൻ ഉള്ള റീസൺ, കടയിലും അതുപോലെ ഗോഡൗണിലായിട്ട് കറണ്ട് ചാർജ് ഒത്തിരി വരുന്നുണ്ട്, അതുപോലെ വീട്ടിലുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ എൻ്റെ അടുത്ത സുഹൃത്തായ കൊളംബിയ ലാബിൽ ലിജുവിനായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ ലിജുവിൻ്റെ നിർദ്ദേശപ്രകാരം സോളാർ പാനലാണ് ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഇവിടുത്തെ ഉപയോഗം കഴിഞ്ഞ് ബാലൻസ് കടയിലെ യൂണിറ്റിലേക്ക് വീൽ ചെയ്ത് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഞാനിത് വെക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുമ്പോൾ ഞാൻ പലരായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അത് ഇപ്പോൾ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് അത് മുതലാവോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പോഴത്തെ ആ കണ്ടീഷനിൽ അത് എനിക്ക് ആ യൂണിറ്റ് കാര്യങ്ങൾ ഞാൻ ഡെയിലി എനിക്ക് മൊബൈലിൽ ഇത്ര യൂണിറ്റ് കാര്യങ്ങൾ സോളാർ വഴി വരുന്നതെല്ലാം എനിക്ക് അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ അതിൽ ആ യൂണിറ്റ് കാര്യങ്ങൾ വരുമ്പോൾ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ആ വെച്ച പൈസ നമുക്ക് ഇതിൻ്റെ കറണ്ട് ബില്ല് കുറച്ച് നമുക്കത് മുതലാവുന്നുണ്ട്. അനുദിന നമ്മുടെ കറണ്ട് ചാർജും കാര്യങ്ങളൊക്കെ മിക്കപ്പോഴും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഓരോന്നും കൂടുമ്പോൾ നമുക്കൊരു ടെൻഷനായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ സോളാർ ഇത് വെച്ചതോടുകൂടി നമുക്ക് കറണ്ട് ബില്ലിൽ ന്യായമായൊരു കുറവ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഒരു കൂടുമ്പോഴുള്ള ആദ്യത്തെ അത്രയുള്ള ടെൻഷൻ ഇപ്പോൾ അത്രയില്ല. നമുക്ക് ഇതിൽ വെച്ചതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ എൻ്റെ കൺസ്യൂമർ നമ്പറിലൊക്കെ എൻ്റെ പേരില്ലാത്തതുണ്ടായി. അതുപോലെ ആ കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ അവർ വഴിയാണ്, കൊളംബിയ ലാബ് വഴിയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അതുപോലെ ഇതിൻ്റെ വീൽ ചെയ്യുന്ന കാര്യവും ഇതിൻ്റെ സാങ്ഷൻ എടുക്കുന്ന കാര്യം എല്ലാം A to Z കാര്യങ്ങളും അവർ വളരെ കൃത്യമായി പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാനിത് മറ്റുള്ള എല്ലാവർക്കും ഞാൻ കൊളംബിയ ലാബ് റെക്കമെൻഡ് ചെയ്യുകയാണ്. എൻ്റെ പേര് ജെറോമാണ്. ഞാനിപ്പോൾ 7ാം ക്ലാസ്സിലാണ്. ഞാനിപ്പോൾ അങ്കമാലി മഞ്ഞപ്ര പാട്രിക്സിലാണ് പഠിക്കുന്നത്.
ഇപ്പം ഈ സോളാർ പാനൽ വെച്ചതോടെ ഞാൻ എൻ്റെ സ്കൂളിലത്തെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് എനിക്കിപ്പോൾ ഹാപ്പിയാണ് സോളാർ പാനൽ വെച്ചോടെ. പിന്നെ അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഓടിപ്പോയി അത് നോക്കി. ആദ്യം തന്നെ ഞാൻ ആദ്യമായിട്ടാണ് സോളാർ പാനൽ കാണുന്നത്. ഇപ്പം ഈ സോളാർ പാനൽ വെച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായ സോളാർ പാനലിൻ്റെ കളറ് ഇതൊക്കെ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജെറോമും പറയുന്നത് കേട്ടല്ലേ, കറണ്ട് ബില്ല് ലാഭിക്കുക എന്നുള്ളത് മാത്രമല്ല, സസ്റ്റൈനബിൾ എനർജി, റിന്യൂവബിൾ എനർജി എന്നൊക്കെ പറയുമ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഇത് കാശ് ഇത്ര നമ്മൾ ചിലവാക്കുകയല്ലേ, ചിലരെങ്കിലും ചിലപ്പോൾ ചിന്തിച്ചിരിക്കാം ഇത്രയധികം കാശ് കൊടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന്. നമ്മളെപ്പോഴും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈവൻ നമ്മൾ വളരെ ചെറിയ വില കൊടുത്ത് എന്തെങ്കിലും ഒരു സാധനം മേടിക്കുമ്പോൾ കൂടി നമ്മൾ ആദ്യം നോക്കുന്നതിൻ്റെ ഗുണമേന്മയാണ്. ഗുണമേന്മ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് പെട്ടെന്ന് നാശമായി കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ഇത്രയും കാശ് കൊടുത്ത് ഞാൻ മേടിച്ചതാണ്, ഇത് ക്വാളിറ്റി ഇല്ലാണ്ടായി പോയിന്ന്. ആ ഒരു സംഭവം ഇല്ലാണ്ടിരിക്കാനാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കറണ്ട് ബില്ല് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറണ്ട് ബില്ലൊക്കെ കൂടി, അതുപോലെ തന്നെ സോളാറിൻ്റെ വിലയും അല്ലെങ്കിൽ പാനൽസിൻ്റെ വിലയൊക്കെ റേറ്റ് കൂടാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൊമേഴ്ഷ്യൽ റെസിഡൻഷ്യൽ സോളാർ ആവട്ടെ, കൊമേഴ്ഷ്യൽ സോളാർ ആവട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ ഏറ്റവും ഗുണമേന്മയോടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനോടുകൂടെ നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ നമ്മുടെ ഓരോ പ്രോജക്റ്റും ചെയ്തു തരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലൂടെ അവരുടെ ഒരു ഫീഡ്ബാക്കും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അത് മാത്രമല്ലാതെ ബുക്കിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് സംബന്ധമായിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഏത് സമയവും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും പുതിയൊരു പ്രോജക്റ്റുമായിട്ട്, പുതിയൊരു കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്കുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം. ബൈ ബൈ.